ഇപ്പോൾ കോൺഗ്രസ് നേതാവും കണ്ണൂർ എം പിയുമായ കെ സുധാകരൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ 1 മണി കഴിയുമ്പോൾ കണ്ണൂർ കോർപ്പറേഷൻ താരതമ്യേന പോലീസിന്റെ പ്രതീക്ഷ ഇവിടെ സാധാരണയിൽ കവിഞ്ഞ് പോളിംഗ് പെർസെൻറ്റേജ് ഇത്തവണ ഉച്ചയ്ക്ക് കൂടുതലാണ്. എല്ലാ ബൂത്തിലുമല്ല, ഏതാനും ഭൂരിപക്ഷം വരുന്ന ഡിവിഷനുകളിലും നമ്മൾ പ്രതീക്ഷയ്ക്ക് മുകളിലാണ് ഉച്ചവരെയുള്ള റിസൾട്ട്. ഇനിയിപ്പോൾ ഇത് അറിയാലോ, നമ്മളെ ബിഗ് ബോസിൻ്റെ ഒരു ഡിവിഷനാണ്, അപ്പർ ക്ലാസിൻ്റെ ഒരു ഡിവിഷനാണ്. അവരൊക്കെ ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ഒരു സ്വഭാവത്തിലുള്ളതുകൊണ്ടാണ്. അവിടെ എല്ലാ പാർട്ടി പ്രവർത്തകന്മാർ വീടുകളിൽ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം അവരുടെയൊക്കെ വരുമ്പോൾ നമ്മളെ പോളിംഗ് എങ്ങനെ പോയാലും മോർ ദാൻ 75 വരും. ഈ ആന്തൂർ നഗരസഭയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ ഒരു മേധാവിത്വമുണ്ട്, അത് ഇത്തവണയും നിലനിർത്താൻ സാധിക്കും? കാരണം അത് സാധിക്കില്ല. എന്തുകൊണ്ട് ചോദിച്ചാൽ അവിടെ വോട്ട് ചെയ്യുന്നത് വോട്ടർമാരല്ല. ആന്തൂർ മുനിസിപ്പാലിറ്റിയിൽ വോട്ട് ചെയ്തത് CPMന്റെ ക്രിമിനലുകളാണ്. അപ്പോൾ ഇന്നിപ്പോൾ അവിടെ രാവിലെ ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് തന്നെ എല്ലാ ബൂത്തിൻ്റെ അകത്തുനിന്നും UDFന്റെ സ്ഥാനാർത്ഥികളെയും ഏജന്റുമാരെയും ഒക്കെ ഓടിച്ച് അവർ കുത്തിയിടുകയാണ്. അവരാണ് തുറന്ന് നേരത്തെ എനിക്ക് തോന്നുന്നു ഒരു 10 മണിയായപ്പം തന്നെ അവിടെ ഒരു 25-30% പോളിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഒരു യൂഷ്വൽ വോട്ടിംഗ് അല്ല. ആ വോട്ടിംഗ് ഒക്കെ ക്രിമിനലുകളുടെ കയ്യേറ്റത്തിൽ ഉണ്ടാക്കുന്ന റിസൾട്ടാണ്. പിന്നെ ഒരുപാട് സ്ഥലത്ത് പ്രശ്നങ്ങളുണ്ട്. മുഴക്കുന്ന് പോലുള്ള പഞ്ചായത്ത്, മാങ്ങാട്ടുളം പഞ്ചായത്ത്, അവിടെയൊക്കെ സ്ഥാനാർത്ഥിയെയും അതുപോലെ തന്നെ ബൂത്തിൻ്റെ ചീഫ് ഏജന്റന്മാരെയും ആക്രമിച്ച് അവിടെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണൂരിൽ ഇത്തവണ കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് ആക്രമണം കൂടുതലാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇവിടെ വന്ന ഒരാഴ്ചയോളം ഇവിടെ താമസിച്ചിട്ട് ഈ കള്ളവോട്ട് ചെയ്യാനും അക്രമം നടത്താനും അണികൾക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന നിർദ്ദേശങ്ങളാണ് നൽകിയത് എന്നാണ്. യഥാർത്ഥത്തിൽ ജനാധിപത്യ സംവിധാനത്തിൻ്റെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, സംരക്ഷിക്കാനുള്ള ഒരു നല്ല ഉപദേശം അദ്ദേഹം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ അണികൾ ഇങ്ങനെ ഇതുപോലെ പെരുമാറില്ല. കണ്ണൂരിലെ ഒരുപാട് ഇടതുപക്ഷ സ്വാധീനം നമ്മുടെ എന്താണ് മാങ്ങാട്ടടുത്ത്, പിന്നെ ശ്രീകണ്ഠാപുരത്ത്, ഇപ്പുറത്ത് എന്താ പറയാ, മുഴക്കുന്ന് പഞ്ചായത്ത്, മലപ്പട്ടം അവിടെയെല്ലാം CPM ഓൾമോസ്റ്റ് ബൂത്തുകൾ കൈയടക്കി കഴിഞ്ഞു. അതിനകത്ത് UDFന്റെ സ്ഥാനാർത്ഥിയെ പോലും പിടിച്ചു വെളിയിലാക്കി പല സ്ഥലത്തും. അപ്പോൾ അക്രമത്തിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ UDFന് സാധിക്കുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം. പക്ഷേ സ്മൂത്തായി പോളിംഗ് ഉള്ള ഒട്ടുമിക്ക പഞ്ചായത്തുകളും, ഒട്ടുമിക്ക നഗരസഭകളും, ഒട്ടുമിക്ക ഈ കോർപ്പറേഷനകത്ത് ഒട്ടുമിക്ക ഡിവിഷനുകളും നമ്മൾ നല്ല ഭൂരിപക്ഷത്തിലാണ് പോകുന്നത്. ആ ഭൂരിപക്ഷം അത് കഴിയുന്നത് വരെ നിലനിൽക്കും. അവിടെ നമ്മുടെ മേധാവിത്വം നമ്മൾ കാണിക്കും. കണ്ണൂർ കോർപ്പറേഷനിൽ എത്ര സീറ്റ് ലഭിക്കുന്നതാണ്? അങ്ങനെ അബോവ് 35 ആണ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്, മോർ ദാൻ 35. കഴിഞ്ഞ തവണത്തെ ഒരു അബദ്ധമൊന്നും ഇപ്രാവശ്യം എന്തായാലും ഇല്ല. ഞങ്ങൾക്ക് ഷുവറസ്റ്റ് സീറ്റായി ഇപ്പോൾ നമ്മൾ 35 സീറ്റ്സ് നമ്മൾ കൗണ്ട് ചെയ്തിട്ടുണ്ട്. ടൈറ്റ് നെക്ക് ടു നെക്ക് പറയുന്ന സീറ്റുകൾ 3-4 വേറെയുണ്ട്. അതിനൊക്കെ നമ്മളത് മോർ ദാൻ 35 വരും. കഴിഞ്ഞ തവണ കിട്ടിയ 19 പഞ്ചായത്തിൽ കൂടുതൽ ഇത്തവണ കിട്ടും. ഇവിടെ ഇപ്പോൾ നമ്മളെ പരിസരത്ത് തന്നെ മുളപ്പനങ്ങാട് നമ്മൾ വളരെ ലീഡ്, നെക്ക് ടു നെക്കാണ്. കലമ്പൂർ പഞ്ചായത്ത് നമുക്ക് നല്ല മാർക്കിനുള്ള ഒരു ഡിഫറൻസ് ഇപ്പോൾ ഉണ്ട്. കാരണം കുറേ പഞ്ചായത്തുകൾ നമുക്ക് അനുകൂലമായി കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടു പോയ പഞ്ചായത്തുകൾ നമ്മുടെ കയ്യിലേക്ക് വരാറുണ്ട്. അതുകൊണ്ട് പഞ്ചായത്ത് കഴിഞ്ഞ തവണ കിട്ടുന്നതിനേക്കാൾ പഞ്ചായത്ത് കിട്ടുമെന്നാണ് നമ്മുടെ ബൂത്ത്. എന്തായാലും ഇത്തവണ കണ്ണൂർ കോർപ്പറേഷനിൽ 35-ലധികം സീറ്റുകൾ നേടി അധികാരത്തിലെത്തുമെന്നാണ് കണ്ണൂർ MP കെ സുധാകരൻ പ്രതീക്ഷിക്കുന്നത്. കണ്ണൂരിൽ നിന്നും അജീഷ് ജയകുമാർ, ഏഷ്യാനെറ്റ്.